ഇത് നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഈ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനിവിടെ ഒരു 12 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ആ ചുവന്നുള്ളി ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഒരു 15-16 വലിയ ചുവന്നുള്ളി അത് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 12 എടുത്തേക്കുന്നത്. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ കൂടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മല്ലി എടുത്തിട്ടുണ്ട്. മല്ലി നിങ്ങൾ എടുക്കുമ്പോൾ മല്ലിയുടെ പൊടിയായിട്ട് ചേർക്കരുത്, മല്ലി മുഴുവനായിട്ട് ചേർക്കാം. അപ്പോഴായിരിക്കും ആ തേങ്ങ നമ്മൾ വറുത്തരച്ചെടുക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പൊടിയായിട്ട് ചേർക്കാണ്ട് ഇതേപോലെ മുഴുവനായിട്ട് മല്ലി ചേർക്കാം. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഉണക്കമുളക് ഞാനിവിടെ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, സാധാരണ മുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകിന് നമ്മുടെ നാട്ടിൽ ഇതേപോലെ പിരിയൻ മുളക് എന്നാണ് പറയുന്നത്. ഈ മുളക് നമ്മൾ കറിയിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. പക്ഷേ ഈ മുളകിന് എരിവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സാധാരണ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മുളകും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഇത് രണ്ടും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. ഈ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് തേങ്ങ നമ്മൾ വറുത്ത് എടുക്കുമ്പോൾ ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഓരോന്ന് ചേർക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയാം. പിന്നെ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയാണ് ചേർക്കേണ്ടത്. അത് വാളംപുളി നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത്. ഈ വാളംപുളിയുടെ വെള്ളം നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കടുക് വേണം, പിന്നെ ഉലുവ വേണം. ഉലുവ ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി, കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കൈപ്രസ് ഉണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറി നമ്മൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വെക്കാം. അപ്പോഴായിരിക്കും ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ ഉള്ളിത്തീയിലാക്കാന്ന്. ഈ ഉള്ളിത്തീയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ട പിടിച്ചിട്ടിരുന്ന് ഇരിക്കുന്നത്. കാശ്മീരി മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചുളുങ്ങിയിട്ടിരിക്കുന്ന മുളകിനെയാണ് കാശ്മീരി മുളക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഈ മുളകിനെ പിരിയം മുളക് എന്നാണ് പറയുന്നത്. ഇത് ഇതേപോലെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പിരിയം മുളക് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ ഇതേപോലത്തെ സാധാരണ മുളകും പിന്നെ ഈ പിരിയൻ മുളകും കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അത് നിങ്ങൾക്ക് എന്ത് കറി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും കറിക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പിരിയൻ മുളകും കൂടിയും ചേർക്കുക. അത് മീനൊക്കെ കുടമ്പുളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇതേപോലത്തെ പിരിയൻ മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ കറി കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 4 പിടി തേങ്ങയാണ് ചേർത്തേക്കുന്നത്. അത് നിങ്ങൾ ഫ്രോസൺ തേങ്ങയൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 4 പിടി തേങ്ങ എടുക്കുക. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കുക, മല്ലി ചേർക്കുക. ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയ്ക്ക് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ വരണം. തേങ്ങയ്ക്ക് നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, തീ ഒരുപാട് കൂട്ടിയിടരുത്. തേങ്ങ ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ആ തേങ്ങ വറുത്തെടുത്തതിന് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ തീയൊക്കെ കൂട്ടി ഇട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കനം കുറഞ്ഞ പാനിലിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിലും ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് പുക കയറും. പുക കയറിയിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ വറുത്തെടുത്തതിന് ഒരു കയ്പ്പരസം ഉണ്ടാവും. അപ്പം നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ കറിക്ക് നല്ലൊരു കയ്പ്പരസം വരും. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ തേങ്ങ ഇതേപോലെ നല്ല ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ വറുത്തെടുക്കാം. പിന്നെ തേങ്ങ നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴായിരിക്കും തേങ്ങയുടെ എല്ലാ സൈഡും ഒരേപോലെ മുരിഞ്ഞ് കിട്ടാം. തേങ്ങ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇത് നന്നായിട്ട് അങ്ങോട്ട് മുരിയും. തേങ്ങ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ആവരുത്. നിങ്ങളിതിലേക്ക് ഉണക്കമുളക് ചേർക്കുമ്പോൾ ഈ പിരിയമുളകിൻ്റെ തണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം പിരിയമുളകിൻ്റെ തണ്ടിന് ഭയങ്കര കനം കുറവായിരിക്കും. അപ്പോൾ അതിന് കൂടെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് മുരിയണം. അപ്പോൾ ഈ തേങ്ങ ഒരു നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഏറ്റവും ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, കുറച്ച് നേരത്തെ ചേർക്കുക. അപ്പോഴായിരിക്കും മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് മുരിഞ്ഞ് കിട്ടുക. പിന്നെ ഏറ്റവും ലാസ്റ്റൊക്കെ ആയി തേങ്ങ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ തീ നന്നായിട്ട് കുറച്ചൊരു ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് നിങ്ങൾ മല്ലിയുടെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതിയാവും. പക്ഷേ മല്ലിപ്പൊടിയേക്കാളും എപ്പോഴും നല്ലത് ഇതേപോലെ മുഴുവനായിട്ടുള്ള മല്ലി വെച്ചിട്ട് വേണം ഈ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ കറിയുടെ ടേസ്റ്റ് വരാം. എനിക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഈ തേങ്ങ മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ഈ ചീനച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഈ ചൂട് കൊണ്ട് ഈ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ഏറ്റവും മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് ഇതൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കാനും ഒന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊടിയും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ഈ കറി നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കുക. ഈ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ചുവന്നുള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. തീയിലേക്ക് നമ്മൾ വെക്കുമ്പോൾ കറിയിലേക്ക് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം. അപ്പോഴായിരിക്കും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതേപോലെ തീയിലുണ്ടാക്കുമ്പോൾ തേങ്ങക്കൊത്ത് ചേർക്കാറില്ല. പക്ഷേ ഈ ഉള്ളിയുടെ തീയിലുണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ തേങ്ങക്കൊത്ത് ചേർത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങക്കൊത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഈ തേങ്ങക്കൊത്ത് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് തേങ്ങക്കൊത്ത് ചേർക്കേണ്ട, കറി കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചേർക്കുക. ഇതേപോലെ നമ്മൾ ഏറ്റവും തേങ്ങക്കൊത്ത് നിങ്ങൾ ചേർക്കേണ്ടെങ്കിൽ ഏറ്റവും തേങ്ങക്കൊത്തൊന്ന് മുരിച്ചിട്ട് വേണം ചുവന്നുള്ളി ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ചുവന്നുള്ളിയും തേങ്ങക്കൊത്തും കൂടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചുവന്നുള്ളിയുടെ ഉള്ളിലുള്ള വെള്ളം കൊണ്ട് ഈ തേങ്ങക്കൊത്ത് നമുക്ക് ശരിക്കും മുരിഞ്ഞിട്ടില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. തേങ്ങക്കൊത്ത് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. ഈ ചുവന്നുള്ളി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അങ്ങനെ നിങ്ങൾ ഉള്ളിത്തീയിലുണ്ടാക്കുമ്പോൾ ചുവന്നുള്ളി തന്നെ ചേർക്കണം. ചുവന്നുള്ളിക്ക് പകരം സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടില്ല. ഈ ചുവന്നുള്ളി മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ചുവന്നുള്ളി ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴായിരിക്കും ഈ ഉള്ളി മുരിഞ്ഞ് വരുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ടാവുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതേപോലെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും, ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ചുവന്നുള്ളി ഇതിനകത്ത് കിടന്നിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാം. മൺചട്ടിയിലേക്ക് വെക്കുമ്പോൾ എപ്പോഴും തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കാരണം മൺചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് ചൂട് നന്നായിട്ട് നിൽക്കും. ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. ഇതിലേക്ക് കാശ്മീരി മുളക് ചേർത്തേക്കുന്നതിന് തേങ്ങ അരച്ചെടുത്തതിന് നല്ലൊരു റെഡ് കളറുണ്ട്. ഇനി കറിയിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. തീയിലേക്ക് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിലെടുക്കരുത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്താൽ മതി. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറിയിലേക്ക് വാളംപുളിയുടെ വെള്ളം ഒഴിക്കാം. അത് നിങ്ങൾ കുറച്ച് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേർത്താൽ മതി. പുളിയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കണം.
പിന്നെ പുളി നിങ്ങൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ പിഴിഞ്ഞെടുക്കാണ്ട് കുറച്ച് നല്ല തിക്ക് പേസ്റ്റായിട്ട് പിഴിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കറിയിലേക്ക് ഈ വാളംപുളിയുടെ വെള്ളം കൂടിയും ചേർക്കുമ്പോൾ ചിലപ്പോൾ കറിയിൽ ഗ്രേവി കൂടിപ്പോകും. അപ്പോൾ കുറച്ച് തിക്കായിട്ട് വാളംപുളി പിഴിഞ്ഞെടുക്കുക. ഉപ്പ് ചേർക്കാം. ഉപ്പായിരുന്നാലും ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കറിക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഈ കറി മൂടി വെച്ചിട്ട് കറി നന്നായിട്ട് തിളപ്പിക്കുക. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ കറിയുടെ ടേസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പോ അല്ലെങ്കിൽ പുളിയോ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കുക. അപ്പോൾ കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ അല്ലെങ്കിൽ പുളിയോ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി ഈ കറി നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഈ കറിയിൽ നന്നായിട്ട് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരും. ഈ കറി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കറി ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. ഈ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ ഈ കറിയുടെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ അത് മൂടി വയ്ക്കുക. അപ്പോൾ കറി ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറി മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കറിയിൽ എണ്ണയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയ്ക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിത് തീയിലായതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഈ കറിയിലേക്ക്. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് പതുക്കെ ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് കടുക് ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉലുവയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾ കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കയ്പ്പ് വരും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ചുവന്നുള്ളിയും ചേർക്കാം. ചുവന്നുള്ളിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോൾ ചുവന്നുള്ളി ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതുപോലെ നിങ്ങൾ എപ്പോൾ കാച്ചി ഒഴിക്കുമ്പോഴായിരുന്നാലും കറിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കറിയിൽ കുറച്ച് കൂടുതൽ ചേർത്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടിക്ക് എപ്പോഴും വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഞ്ഞളിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മഞ്ഞളിൻ്റെ പച്ച ടേസ്റ്റ് കറിക്ക് വരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണം മഞ്ഞൾപ്പൊടിയും അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർക്കാം. ഒരു മിനിറ്റ് കറി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ കറിയിലേക്ക് നിങ്ങൾ എപ്പോൾ താളിച്ച് ചേർത്താലും കറി ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴായിരിക്കും താളിച്ച് ചേർത്തതിൻ്റെ നല്ല സ്മെല്ലൊക്കെയും കറിക്ക് കിട്ടുക. ഇപ്പോൾ ഉള്ളിത്തീയിൽ റെഡി ആയിട്ടുണ്ട്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. പിന്നെ ഈ കറിയിലേക്ക് നിങ്ങൾ വാളംപുളിയുടെ വെള്ളം ചേർക്കുമ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. തീയിലേക്ക് ആകുമ്പോൾ കറിയിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.